നമസ്തേ. നിത്യജീവിതത്തിൽ ഐശ്വര്യവർദ്ധനവിനുള്ള ആചാരങ്ങൾ പണ്ട് തൊട്ടേ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗർഭകാലത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യർ ആദ്യകാലം മുതൽ തന്നെ ആചരിച്ചു വരുന്ന നിത്യകർമ്മങ്ങൾ, മറ്റു കർമ്മങ്ങൾ എല്ലാം പരമ്പരാഗതമായി ആചരിച്ച് വിശ്വസിച്ച് ആചാരങ്ങളായി തീർന്നതാണ്. അവ ഇക്കാലത്തും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. അതിൽ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് പ്രശംസനീയമായ സ്ഥാനം ഉണ്ട്. അപ്പോൾ അവരാണ് ജനങ്ങൾക്ക് ഉത്ബോധം നൽകി ആചാര അനുഷ്ഠാനങ്ങൾക്ക് അടിത്തറ പാകിയത്. അതുമാത്രമല്ല, അതിൻ്റെ സൗധം കെട്ടിപ്പൊക്കി അത് എപ്രകാരം സൂക്ഷിക്കണമെന്നും സംരക്ഷിക്കണമെന്നും ബോധിപ്പിച്ചിട്ടുണ്ട്. ആദി മനുവിൻ്റെ കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ ആചാരവിശ്വാസങ്ങളെ രൂപപ്പെടുത്തി ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് വിധിച്ചു. മനുസ്മൃതി എന്ന ഗ്രന്ഥരൂപത്തിൽ അത് ബോധ്യപ്പെടുത്തി തന്നു. മനുവിൻ്റെ ആ ശാസനങ്ങൾ അറിഞ്ഞ ആചാര്യന്മാർ അത് തലമുറകൾക്കായിട്ട് അറിയിച്ചു കൊടുത്തു. അവയിൽ നിത്യം ചെയ്യേണ്ടവ, ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചെയ്യേണ്ടവയും, പൊതുവെ എല്ലാ മനുഷ്യരും ആചരിക്കേണ്ടവയും, ഓരോ ജാതി മതസ്ഥരും ആചരിക്കേണ്ടവ എന്നൊക്കെ പ്രത്യേകമായി അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രഹത്തിന് ഐശ്വര്യം വർദ്ധിക്കാൻ വേണ്ടി നിത്യവും പ്രഭാതം മുതൽ ഒരു ദിവസം മുഴുവൻ ആചരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇനിയുള്ള കുറച്ച് വീഡിയോയിൽ പറയുന്നത്. ഗർഭകാലത്ത് പുരാണ പാരായണം ചെയ്യുകയും കേൾക്കുകയും സൽക്കഥകൾ കേൾക്കുകയും നാമജപം നടത്തുകയും വേണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറയാം. അപ്പോൾ ഗർഭകാലത്ത് മാതാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഫലം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് കിട്ടും. അമ്മ സൽക്കർമ്മങ്ങൾ ചെയ്താൽ കുഞ്ഞിന് സൽക്കർമ്മത്തിൽ പ്രീതി ഉണ്ടാകും. സൽക്കഥകൾ കേൾക്കുകയും ഇങ്ങനെ പുരാണ പാരായണം ചെയ്യുകയും ചെയ്താൽ കുഞ്ഞിന് ജ്ഞാനോദയം ഉണ്ടാകും. കുഞ്ഞിൻ്റെ ബുദ്ധിയും അത് ഉണർത്തി ബുദ്ധിമാനായും ഭക്തനായും തീർക്കും. പ്രഹ്ലാദൻ്റെ കഥ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ പ്രഹ്ലാദൻ്റെ അമ്മ കയാതു ഗർഭകാലത്ത് ഭഗവത് കഥകൾ കേട്ടതിൻ്റെ ഫലമാണ് പ്രഹ്ലാദൻ ജന്മനാ നല്ല കുട്ടിയായും ഭക്തനായും തീർന്നത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഗർഭിണികൾ സാത്വികാഹാരം കഴിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? ഗർഭകാലത്ത് വയറ്റിൽ കിടക്കുന്ന ശിശുവിന് മാതാവ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ അംശമാണ് ഭക്ഷണമായി കിട്ടുക. മാതാവ് നല്ല നല്ല സാത്വികാഹാരങ്ങൾ കഴിച്ചാൽ ശിശുവിന് സാത്വികാഹാരം ലഭിക്കും. കുഞ്ഞിന് സദ്ഗുണങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും. കുഞ്ഞ് ഭാവിയിൽ സദ്ഗുണ സമ്പന്നനാകണമെന്നാണല്ലോ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ സത്വഗുണം കുഞ്ഞിന് ഉണ്ടാകണമെങ്കിൽ, കുഞ്ഞ് സാത്വിക വൃത്തികൾ ചെയ്യാൻ പ്രാപ്തനാകണമെങ്കിൽ മാതാവ് സാത്വികാഹാരം കഴിക്കണം. ഗർഭിണികൾ ഭക്ഷിക്കുന്ന ആഹാരത്തിൻ്റെ ഗുണഗണങ്ങൾ സ്വഭാവ രൂപീകരണത്തിലും പ്രതിബിംബിക്കും. മാതാവിൻ്റെ മനസ്സ് സത്തിലാണെങ്കിൽ കുഞ്ഞിൻ്റെ മനസ്സ് സത്തിലോട്ട് തിരിയും. പ്രസവാനന്തരം മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചു വളരുന്ന ശിശു ക്രമേണ സാത്വികനായും സദ്ഗുണങ്ങൾ ഉള്ളവനായും തീരുമെന്നതിൽ സംശയമില്ല. അമ്മയുടെ ആഹാരമനുസരിച്ചാണ് ശിശുവിൻ്റെ വളർച്ചയും സ്വഭാവ രൂപീകരണവും നടക്കുന്നത്. അതുപോലെ തന്നെ ഗർഭിണികൾ കിടന്നുരുളരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ ഗർഭിണികൾ ഒരു വശം വെച്ച് കിടന്നിട്ട് മറുവശം കിടക്കണമെങ്കിൽ എഴുന്നേറ്റിരുന്നിട്ട് തിരിഞ്ഞു കിടക്കണം. അല്ലാതെ കിടന്ന കിടപ്പിൽ ഉരുളാൻ പാടില്ല. അങ്ങനെ ഉരുണ്ടാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇങ്ങനെ കൊടിൽ ഇങ്ങനെ ചുറ്റി വരിയാൻ ഇടയുണ്ട്. അങ്ങനെ ചുറ്റിയാൽ കുട്ടിയുടെ സ്ഥിതി കഷ്ടമാവുകയും ചിലപ്പോൾ പ്രസവം തന്നെ കഷ്ടമാകുന്നതിനും ഇടയാകും. ചിലപ്പോൾ വയറ് കീറി കുഞ്ഞിനെ എടുക്കേണ്ടതായിട്ടും വരും. അതുപോലെ തന്നെയാണ് മുത്തശ്ശിമാർ പണ്ട് പറയും, ഗർഭിണികൾ സന്ധ്യയ്ക്ക് പുറത്തിറങ്ങി നടക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. സാധാരണയായി സന്ധ്യാവേളയിൽ ഭൂതപ്രേത പിശാചാദികൾ പുറത്തിറങ്ങി മനുഷ്യരെ ഉപദ്രവിച്ചു തുടങ്ങും. തക്കം കിട്ടിയാൽ അവ മറ്റ് ശരീരത്തിൽ പ്രവേശിച്ച് ഇങ്ങനെ ഉപദ്രവിക്കും. അപ്പോഴാണ് പ്രേതബാധയുണ്ടായി എന്ന് പറയുന്നത്. ഗർഭകാലത്ത് പ്രേതബാധയുണ്ടായാൽ അത് ഗർഭത്തിലുള്ള ശിശുവിനെ ബാധിക്കും. അതിന് ഉപദ്രവമുണ്ടായേക്കാം. അതുകൊണ്ടാണ് പഴമക്കാർ അങ്ങനെ പറഞ്ഞിരുന്നത്. എന്തെങ്കിലും അത്യാവശ്യമായി ഇറങ്ങേണ്ടി വന്നാൽ മറച്ച് ഒരു ഇരുമ്പ് കയ്യിലെടുത്ത് നാമം ചൊല്ലി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇരുമ്പിനെയും നാമജപത്തെയും ഭൂതാദികൾക്ക് ഭയമാണ്. നാമജപം കേട്ടാൽ അവ ഓടിപ്പോകും. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഐശ്വര്യം വർദ്ധിക്കാനായി ചെയ്യേണ്ട കർമ്മങ്ങൾ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഗർഭകാലത്ത് സ്ത്രീകൾ അമിതമായി ജോലി ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ ശരീരം അല്പം അനങ്ങിയുള്ള ജോലി ചെയ്യണം. ഏറെ നേരം കുനിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന പണി കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കുന്നത് നല്ലതാണ്. ഗർഭകാലത്ത് ചിലർക്ക് ചില പ്രത്യേക ഭക്ഷണത്തോട് കൂറു തോന്നുക പതിവാണ്.
ഇഷ്ടമുള്ളവ ഇഷ്ടം പോലെ കഴിക്കരുത്. കഴിക്കാമെന്ന് തോന്നിയാലും അമിതാഹാരം പാടില്ല. ആഹാരം കഴിക്കാതിരിക്കാനും പാടില്ല. നല്ല നല്ല പോഷകാഹാരം കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അധികം ചൂടുള്ളതും ഒരുപാട് തണുത്തതുമായ ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് കുഞ്ഞിന് നല്ലത്. അതുപോലെ തന്നെ പകൽ ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഉറക്കം ഒഴിയുന്നതും നല്ലതല്ല. മിതമായ ഭക്ഷണം, മിതമായ വ്യായാമം, മിതമായ വിശ്രമം ഇവ ആവശ്യമാണ്. അതുപോലെ ക്രോധം, ശോകം, ഉത്കണ്ഠ തുടങ്ങിയവ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ഭയപ്പാടുണ്ടാകുന്ന ദൃശ്യങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ ഗർഭിണികളിൽ ഉണ്ടാകുന്ന ചെറിയ ആഘാതം പോലും ശിശുവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹിംസ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൂച്ചയെ തല്ലുക, ജീവജാലങ്ങളെ ഉപദ്രവിക്കുക തുടങ്ങിയവ ഒഴിവാക്കുക. ഗർഭിണി സദാ ഉത്സാഹവതിയും സന്തോഷവതിയുമായി ഇരിക്കാൻ ശ്രമിക്കണം. അതുപോലെ ഉമ്മറപ്പടിയിൽ ഇരിക്കരുത്. അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് നനയ്ക്കുകയും കുളിക്കുകയും അരുത്. കിടക്കുന്നത് ചരിഞ്ഞേ കിടക്കാവൂ. തിരിഞ്ഞു കിടക്കണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് മറുവശത്തേക്ക് തിരിഞ്ഞു കിടക്കണം. അതുപോലെ കിടന്നുരുളരുത്. സന്ധ്യയ്ക്കും രാത്രിയിലും പുറത്തിറങ്ങരുത്. അഥവാ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ നേരത്തെ പറഞ്ഞതുപോലെ മറച്ച് ഇരുമ്പ് കയ്യിലെടുത്തിരിക്കണം. രാത്രി കിടക്കുമ്പോൾ ഒരു ഇരുമ്പ് തലയിണയുടെ അടിക്കൽ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുക. ഭൂതപ്രേതാദികളിൽ നിന്നുള്ള രക്ഷയ്ക്കാണിത്. ഗർഭിണികൾ വയറ് ചൊറിയാതിരിക്കുന്നതാണ് നല്ലത്. ആ ചൊറിച്ചിൽ തോന്നിയാൽ ഒന്ന് തടവുക മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ പ്രസവാനന്തരം വയറ് ചുളുങ്ങിപ്പോവാൻ അതായത് ഇങ്ങനെ പാടി വീഴാൻ സാധ്യതയുണ്ട്. ഗർഭലക്ഷണം സ്ഥിരീകരിച്ച് കഴിയും മുതൽ നിത്യേന നാമം ജപിക്കുക, കഴിയുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക, പുരാണ പാരായണം ചെയ്യുക, ഭഗവത് കഥകൾ കേൾക്കുക തുടങ്ങി ഈശ്വരപ്രീതി വരുന്ന കർമ്മങ്ങളിൽ തൽപരരായിരിക്കണം. ഈശ്വരപ്രീതിയാണ് എല്ലാത്തിനും ആവശ്യം. സൽസന്താന ലബ്ധിക്കും സുഖപ്രസവത്തിനുമൊക്കെ അത് നല്ലതാണ്. ഗർഭസ്ഥ ശിശു ഈശ്വര വിശ്വാസമുള്ള നല്ല കുഞ്ഞായി തീരാൻ ഈശ്വരപ്രീതി ഉപകരിക്കും. ഭജനമിരിക്കുക, വെണ്ണ, പഴം തുടങ്ങിയവ ജപിച്ച് കുറച്ച് ദിവസം സേവിക്കുക എന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഗൃഹത്തിലുള്ളവരും ഭർത്താവും അവളുടെ സന്തോഷ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഭാര്യയെ ദുഃഖിപ്പിക്കാതിരിക്കാൻ ഭർത്താവ് ശ്രദ്ധിക്കണം. അതേപോലെ രണ്ടുപേരും കൂടി സത്സന്താനത്തിനായി പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ സ്ത്രീകളുടെ ഗർഭാവസ്ഥ ഒരു തപശ്ചര്യ തന്നെയാണ്. ആ തപസ് വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ സൽസന്താനം ലഭിക്കുക തന്നെ ചെയ്യും. സാത്വിക ഭക്ഷണവും സദ്വിചാരങ്ങളും സദാചാര പാലനവും അതിന് സഹായിക്കും. അപ്പോൾ ഇക്കാലത്ത് പഴയ പോലുള്ള ആചാര വിചാരങ്ങളും സാത്വിക ഭക്ഷണവും ഒന്നും ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് മുത്തശ്ശിമാരുടെയോ കാർണവന്മാരുടെയോ ചൊൽപ്പടിക്കല്ലല്ലോ കഴിയുന്നത്. എല്ലാവരും സർവതന്ത്ര സ്വതന്ത്രരാണല്ലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാനും എൻ്റെ ഭർത്താവും, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രം എന്ന രീതിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിനോ ചെയ്യിക്കുന്നതിനോ സാധ്യമല്ല. എല്ലാവർക്കും സ്വന്തം ഇഷ്ടം. പണ്ട് ഈ രീതി നടപ്പിലായിരുന്നില്ല. മുതിർന്നവർ പറയുന്നത് അനുസരിച്ച് തന്നെ തീരണം. അത് അവരുടെ അഭ്യുദയത്തിനാണെന്ന കാര്യം അവർക്കറിയാം. ഇന്നത്തെ കുട്ടികൾ അത് വിചാരിക്കുന്നില്ല. അവർക്ക് ആരുടെയും ഉപദേശവും സഹായവും ഒന്നും ആവശ്യമില്ല. പണ്ടൊക്കെ പ്രസവം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ നല്ല കൈപുണ്യവും തഴക്കവും പഴക്കവുമുള്ള വയറ്റാട്ടിമാരാണ് പ്രസവം എടുക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിന് പൊന്നും തേനും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇന്ന് ആശുപത്രിയിൽ പ്രസവമായതിനാൽ ഈ ചടങ്ങ് ഉണ്ടോ എന്നും നടക്കുന്നുണ്ടോ എന്നും അറിയില്ല. അമ്മയ്ക്ക് ഇഞ്ചിയും തേനും, അതായത് ഇഞ്ചി നീരിൽ തേൻ ചേർത്ത് കൊടുക്കും ആദ്യം. പിന്നെ നാട്ടുമരുന്നാണ് കൊടുക്കുക. ലേഹ്യം, അരിഷ്ടം, അങ്ങാടിപ്പൊടി. ഈ അങ്ങാടി 64 കൂടി പൊടിച്ചിട്ടുള്ള പൊടി അതൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് നെയ്യ് എന്നിങ്ങനെയുള്ള മരുന്നുകളാണ് 3 മാസം വരെ കൊടുക്കുന്നത്. അത് നല്ലൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. പിന്നെ കുറഞ്ഞത് 5 വേദെന്നാൽ ഈ വേദിലകൾ, അതായത് കൊട്ടം, പാവട്ട, അതേപോലെ ഈ കരിഞ്ഞോട്ട, അപ്പ തുടങ്ങിയ ഇലകളുണ്ട്. അത് ധാരാളം ഇട്ട് വെള്ളം തിളപ്പിച്ചാറ്റി ആ വെള്ളത്തിൽ മേൽ കഴുകി ഇലകൾ ചൂടോടെ വാരി പിടിച്ച് കുളിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കഴിഞ്ഞാൽ നാൽപ്പാമരമിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ കടവിറങ്ങാൻ 10 ദിവസം തുമ്പക്കുടം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 13-ാം പക്കം അത് തളിച്ച് കുളി കഴിഞ്ഞിട്ടേ പെറ്റ പെണ്ണിനെ ആരും തൊടുകയുള്ളൂ. അതുവരെ വാലാമ്മ അല്ലെങ്കിൽ പേറ്റുപുല ആ സമയത്തൊക്കെ പതിറ്റാട്ടി മാത്രമേ അല്ലെങ്കിൽ വയറ്റാട്ടി മാത്രമേ തൊടുകയുള്ളൂ. ഭർത്താവോ മറ്റു പുരുഷന്മാരോ പേറ്റുപുരയിലും പെറ്റുകിടക്കുന്ന അറയിലും കയറുകയില്ല. ഇന്ന് കാലമൊക്കെ മാറി, ശുദ്ധമൊന്നും ഇല്ലാതെയായി. ഇന്ന് എല്ലാവരും പെറ്റ പെണ്ണിൻ്റെ കട്ടിലിന്മേൽ ഇരിക്കാനും ഒന്നും മടിക്കുന്നില്ല. അപ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ. അത് കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറുന്നു എന്നർത്ഥം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് പ്രസവ ശുശ്രൂഷ വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ നടത്താൻ ആളില്ല
എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഒരു വസ്തുവാണ് മുലപ്പാൽ. പഴയ രീതി അനുസരിച്ച് പ്രസവ ദിവസം മുതൽ 2 വയസ്സ് വരെ, അതായത് 2 വർഷം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മുലപ്പാൽ പോലെ പോഷക ഗുണമുള്ള വസ്തു വേറെയില്ല. ആദ്യഘട്ടങ്ങളിലെ പാൽ കുഞ്ഞിന് ഒരു പ്രതിരോധ ശക്തി പ്രദാനം ചെയ്യുന്നതാണ്. അത് അമ്മയ്ക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. അത് കൊടുക്കാതിരുന്നാൽ കുഞ്ഞിന് തീരെ നഷ്ടമാണ്. ആ നഷ്ടം പരിഹരിക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു കുഞ്ഞിൻ്റെ പൂർണ്ണ വളർച്ചയ്ക്ക് മുലപ്പാൽ 6 മാസം വരെയെങ്കിലും അവശ്യ വസ്തുവാണ്. അണുബാധ കൂടാതെ കുഞ്ഞിന് കിട്ടേണ്ട ഈ ആഹാരം മറ്റൊരാഹാരത്തിൽ കൂടി ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ അവശ്യ വസ്തു തന്നെയാണ്. അതിന് പകരം വയ്ക്കാൻ മറ്റൊരു പാനീയവുമില്ല, മറ്റൊരു വസ്തുവുമില്ല. ഒരറിവുമില്ലാത്ത പിഞ്ചോമന കുഞ്ഞിനെ അറിവും വിവേകവുമുള്ള അമ്മയുടെ പ്രധാന കർത്തവ്യമാണ് കുഞ്ഞിനെ സമയാസമയങ്ങളിൽ പരിചരിച്ച് പാലൂട്ടി വളർത്തുക എന്നുള്ളത്. അത് തൻ്റെ കുഞ്ഞിനോട് ചെയ്യുന്ന നീതി മാത്രമാണ്. അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്, സ്വന്തം കുഞ്ഞിനോട് ചെയ്യുന്ന ദ്രോഹം കൂടിയാണ്. ഇനി നാമകരണത്തെക്കുറിച്ച് കൂടി പറയാം. അപ്പോൾ നാമകരണം ഒരു ആചാരമാണ്. ചരടുകെട്ടിൻ്റെ അന്ന് തന്നെ നാമകരണം ചെയ്യുന്ന രീതിയാണുള്ളത്. ഓരോ ജാതിക്കും അവർ വിശ്വസിക്കുന്ന ഈശ്വരനാമം ഏതെങ്കിലുമാണ് നാമകരണത്തിന് ഉപയോഗിക്കുന്നത്. പരമേശ്വരൻ, പാർവതി തുടങ്ങിയ നാമമാണ് ഇടുന്നത്. ചിലർ, അതായത് ബ്രാഹ്മണർ, മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ പേരാണ് ആദ്യം ശിശുവിനിടുന്നത്. ചിലരാവട്ടെ ഈശ്വരനാമം പേരായിട്ടിട്ടാലും മറ്റു പേരുകളിൽ വിളിക്കുന്ന പതിവുണ്ട്. ഉദാഹരണത്തിന് കേശവൻ എന്ന നാമം, പക്ഷേ വിളിക്കുന്നത് കണ്ണൻ. പഴയ കാലത്ത് പേര് ലോപിച്ച് വിളിക്കുന്ന രീതി സർവ്വസാധാരണമായിരുന്നു. ഉദാഹരണം, മാധവൻ എന്ന നാമം മാധു എന്ന് വിളിക്കും. ഗോവിന്ദൻ എന്ന് പേരിട്ടിട്ട് കോന്ന എന്ന് വിളിക്കും. അതേപോലെ കാർത്യായനിയെ കാത്തു എന്നും നാരായണിയെ നാണി എന്നുമൊക്കെ വിളിക്കുന്ന പതിവുണ്ടായിരുന്നു. പണ്ട് അർത്ഥമുള്ള പേരുകളെ ഇടുമായിരുന്നുള്ളൂ. ഇക്കാലത്ത് പരിഷ്കാരമൊക്കെ കൂടിയപ്പോൾ അക്ഷരം തന്നെ പേരുകളായി. ഇക്കാലത്ത് ആചാരാനുഷ്ഠാനങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇനിയിപ്പോൾ എന്ത് നാമം ഇട്ടാലും ശരി, കുഞ്ഞിൻ്റെ അഭിമാനം വളർത്താൻ സഹായകമാവണം അത്. ഇതിനകം തന്നെ വാണിയെ കുഞ്ഞു പ്രതിഭയിൽ ആവാഹിച്ചു കഴിഞ്ഞിരിക്കും. ജ്ഞാനം എന്നത് രഹസ്യനാമമാണ്. ആ ജ്ഞാനത്തിലൂടെ നിൽക്കുന്ന നാമം ഇടുകയാണെങ്കിൽ കുഞ്ഞിനെ അത് കൃതഹസ്ഥനാക്കും. പലപ്പോഴും ഈശ്വരനാമങ്ങളാണെങ്കിൽ അത് പറയുന്നതിലൂടെ ഭഗവത് പദത്തിൽ എത്തിച്ചേരാനുള്ള ഉപാധി കൂടിയായി അത് മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ നമ്മുടെ നിത്യജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കാനുള്ള നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. അത് വരുന്ന വീഡിയോകളിൽ ഓരോന്നായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നിരുന്നാലും പണ്ടൊക്കെ ഉള്ളവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നുള്ളത് ഇത് കേൾക്കുന്ന ഇപ്പോഴത്തെ കുട്ടികളുണ്ടെങ്കിൽ അവർ കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക.